السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 165 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 165 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ رب موسى وهارون قال فرعون آمنتم به قبل أن آذن لكم إن هذا لمكر مكرتموه في المدينة لتخرجوا منها أهلها فسوف تعلمون لأقطعن أيديكم وأرجلكم من خلاف ثم لأصلبنكم أجمعين قالوا إنا إلى ربنا منقلبون وما تنقم منا إلا أن آمنا بآيات ربنا لما جاءتنا ربنا أفرغ علينا صبرا وتوفنا مسلمين. وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين. قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. ولقد أخذنا آل فرعون بالسنين ونقص من الثمرات لعلهم يذكرون. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. സൂറത്തുൽ അറാഫിലെ 121 മുതൽ 130 വരെ 10 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 9ാമത്തെ ജുസ്ഇൽ 165ാമത്തെ പേജ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും സാഹിരീങ്ങളായ ജാലവിദ്യക്കാരും തമ്മിൽ നടന്ന മത്സരമായിരുന്നു കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. ജാലവിദ്യക്കാരുടെ കൺകെട്ടെല്ലാം പരാജയപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാം അതൊക്കെ പൊളിച്ചു കളഞ്ഞു. അവർ നിലത്തിട്ട വടികളും കയറുകളും പാമ്പായി മാറിയപ്പോ മൂസാ നബി അലൈഹി സ്വലാം തന്റെ വടി നിലത്തിട്ടപ്പോ, വഹി ലഭിച്ചപ്പോ അത് നിലത്തിട്ടപ്പോ വലിയ പാമ്പായി മാറി. എല്ലാറ്റിനെയും പിടിച്ചു വിഴുങ്ങി ആ വലിയ പാമ്പ്. ജാലവിദ്യക്കാരായ ആളുകൾക്ക് കാര്യം മനസ്സിലായി, ഇത് സിഹറല്ല. അവർ വളരെ വേഗം വിശ്വസിച്ചു, അള്ളാഹുവിനോട് സുജൂദിൽ വീണു. ഇതാണ് ആദ്യം പറയുന്നത്. 121 122 പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വഹാറൂൻ. ഖാലൂ, അവരെല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സാഹിരീങ്ങളായ ആളുകൾ. കഴിഞ്ഞ പേജിൽ അവസാനമായി പറഞ്ഞു വെച്ചത് അവർ സുജൂദിൽ വീണു എന്നാണ്. ആ സുജൂദിൽ വീണ സാഹിരീങ്ങൾ പറഞ്ഞു, ആമന്നാ, ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കൊണ്ട്. അവർ ഈമാൻ പ്രഖ്യാപിക്കുകയാണ്. ആരാണ് റബ്ബുൽ ആലമീൻ? അതായത് റബ്ബി മൂസ വഹാറൂൻ, മൂസ ഹാറൂൻ എന്നവരുടെ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ റബ്ബായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു.
സംഭവം മത്സരം കഴിഞ്ഞപ്പോഴേ ചുരുക്കി പറയുകയാണെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് നമ്മൾ പറയാറില്ലേ, എന്നതുപോലെയായി മാറി കാര്യങ്ങൾ. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ആളുകൾ അകറ്റി നിർത്താൻ ഫിർഔൻ സ്വീകരിച്ച നടപടി അവനു തന്നെ വലിയ ദോഷം ചെയ്തു. ജനമധ്യ അപമാനിതനായി അവൻ വിളിച്ചു വരുത്തിയ മാരണക്കാർ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പക്ഷം ചേർന്ന് മുഅ്മിനീങ്ങളായി മാറി. ആഭിചാരകന്മാർ എന്തായാലും ജയിക്കും എന്നാണ് ഫിർഔൻ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോഴെന്താ സംഭവിച്ചത്? അതേ സാഹചര്യങ്ങളായ ആളുകൾ ഇതാ മറുപാളയത്തിലേക്ക്, മറുപക്ഷത്തേക്ക് മാറി അവരുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫിർഔൻ വെറുതെ ഇരിക്കുവോ? അവനെന്താ ചെയ്തതെന്നറിയോ? അതാണ് ഇനി അടുത്ത ആയത്തുകളിൽ പറയുന്നത്. അവർ പരാജയം സമ്മതിക്കാൻ ഒരുക്കമല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അവരുടെ കിബിർ അതിനെ അനുവദിക്കുകയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം കാണിച്ചത് സെഹിറിന്റെ വകുപ്പിൽപ്പെട്ടതല്ല എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായാൽ തന്നെ അവർ അത് അംഗീകരിക്കുകയില്ലല്ലോ. അവരുടെ സർവാധിപത്യത്തിന് അത് എതിരാണല്ലോ, വിലങ്ങുതറിയാവില്ല, അതുകൊണ്ട് അത് അംഗീകരിക്കൂല. ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ദൈവമില്ല എന്ന് പറയുന്ന, നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബാണ് ഞാനെന്ന് പറയുന്ന ആളാണ് ഫിർഔൻ. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളായ മുഅ്മിനീങ്ങളായി മാറിയ സാഹചര്യങ്ങളെ വെറുതെ വിടാനോ അവർ പരാജയപ്പെട്ടതിന്റെ രഹസ്യം അന്വേഷിക്കാനോ ഒന്നും അവൻ തയ്യാറായില്ല. അവന്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താനും മർദ്ദിക്കാനും തന്നെയാണ് അവൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി അവരെക്കുറിച്ചൊരു ആരോപണവും നടത്തി. സ്വന്തം പക്ഷത്ത് അണികളെ ഉറപ്പിച്ചു നിർത്താൻ എല്ലാ പാർട്ടി നേതാക്കളും ഭരണകർത്താക്കളും സാധാരണ പ്രയോഗിക്കാറുള്ള കുതന്ത്രം ഫിർഔനും പ്രയോഗിക്കുകയാണ്. ഞാനാണ് ഇവിടുത്തെ വലിയ അധികാരി എന്നിരിക്കെ എന്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് ശരിയായില്ല, നിങ്ങളെയെല്ലാം കഠിനമായി ശിക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതാണ് സംഭവിച്ചത്. അവൻ പറഞ്ഞ അതാ, എന്റെ സമ്മതം വേണ്ട, ഞാനല്ലേ വലിയ റബ്ബ്, അപ്പൊ എന്റെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ? നോക്കൂ ആയത്ത് 123 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫിർഔനു ആമൻതും ബി ഖബ്ല അൻ ആദന ലക്കും ഇന്ന ഹാദാ ലമക്റും മക്കർതുമൂഹു ഫിൽ മദീനതി ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ ഫസൗഫ തഅലമൂൻ. ഖാല ഫിർഔൻ പറഞ്ഞു, ആമൻതും ബിഹി, നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവോ? ഖബ്ല അൻ ആദന ലക്കും, ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ്, ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പ്. എന്നിട്ട് അവരെ പേരുടെ ആരോപണം നടത്തുകയാണ്. ഇതൊക്കെ നിങ്ങൾ തമ്മിൽ ഒത്തുകളിച്ച ചില ഗൂഢാലോചനയാണ്, ഈ നാട്ടുകാരായ ആളുകളെ പുറത്താക്കാൻ നിങ്ങൾ നടത്തിയ ഗൂഢാലോചനയാണെന്ന് അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലമക്കുറുൻ, ഇതൊരു ഗൂഢാലോചന തന്നെയാണ്. മക്കർത്തുമൂഹു, നിങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു, ഫിൽ മദീനത്തിൽ, ഈ പട്ടണത്തിൽ. എന്തിന്? ലിതുഖ്രിജൂ മിൻഹാ, ആ പട്ടണത്തിൽ നിന്ന് പുറത്താക്കാൻ, അഹ്ലഹ, ആ പട്ടണത്തിലെ ആളുകളെ, ഇവിടുത്തെ നാട്ടുകാരെ പുറത്താക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കൂടി ആവിഷ്കരിച്ച ഒരു ഗൂഢാലോചനയാണിത്, തന്ത്രം മെനഞ്ഞതാണിത്. ഫസൗഫ തഅലമൂൻ, ഇതിന്റെ ഫലം നിങ്ങൾ അറിയാൻ പോകുക തന്നെയാണ്. എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് പിന്നീട് അറിയാം. മക്ർ എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന, മക്കർത്തുമൂഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവിഷ്കരിച്ചാൽ നിങ്ങൾ മെനഞ്ഞ ഒരു തന്ത്രമാണിത് എന്നർത്ഥം. എന്താണ്? ശിക്ഷ പ്രഖ്യാപിക്കുകയാണ് ഇനി 124 ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഉഖത്തിഅന്ന അയ്ദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ. ലഉഖത്തിഅന്ന, നിശ്ചയം ഞാൻ മുറിച്ചു കളയും, ഛേദിക്കും. അയ്ദിയകും, നിങ്ങളുടെ കൈകൾ, വഅർജുലകും, നിങ്ങളുടെ കാലുകൾ, മിൻ ഖിലാഫിൻ, ഒന്നിനൊന്ന് എതിരായി. കയ്യാ മുറിച്ചതെങ്കിൽ പിന്നെ മുറിക്കൽ കാലായിരിക്കും. അപ്പൊ ഒന്നിന് എതിരായിട്ട് നിങ്ങളുടെ കൈകളും കാലുകളും ഞാൻ മുറിച്ചു മാറ്റും. സുമ്മ, എന്നിട്ട് പിന്നീട്, ലഉസല്ലിബന്നകും, നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കും, ക്രൂശിക്കും, അജ്മഈൻ, എല്ലാവരെയും, പിന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ ക്രൂശിക്കുകയും ചെയ്യും, കുരിശിൽ തറക്കുകയും ചെയ്യും. ഇവിടെ നോക്കണം, ഇവന്റെ അമർഷം ജാലവിദ്യക്കാർ പരാജയപ്പെട്ട കാര്യത്തിലല്ല, അവന്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് അള്ളാഹുവിൽ വിശ്വസിച്ചതാണ്. അതാണ് ഇവന് വലിയ ദേഷ്യപ്പെട്ടത്, അതാണ് വലിയ സങ്കടമായത്, അതാണ് വലിയ അമർഷമായത്. നിങ്ങളുടെ എല്ലാം ദൈവമായ സർവാധികാരിയായി ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ എന്റെ പക്ഷം ജയിക്കാൻ വേണ്ടി വലിയ സമ്മാനം പാരിതോഷമൊക്കെ നൽകി നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ ഉത്തരവില്ലാതെ, എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ അവന്റെ കൂടെ കൂടി വിശ്വസിക്കുകയാണോ? ഇതാണ് ആരോപണം. അതേപോലെ തന്നെ ഗൂഢാലോചന നടത്തിയെന്നും അപവാദമാണ് അവൻ പറഞ്ഞത്.
അതോടൊപ്പം ശിക്ഷയും വിധിച്ചു. മൂസാ നബിയും അലൈഹിസ്സലാം നിങ്ങളും കൂടെ ചേർന്ന് ഈ നഗരത്തിലെ ആളുകളെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണിത്. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹം നടപ്പാകാൻ നിങ്ങളും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചന. എന്താണ് ആഗ്രഹം? ഈ നാട്ടിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് വാഴണം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. നിങ്ങളെ ഞാൻ ക്രൂരമായി ശിക്ഷിക്കും. നിങ്ങളുടെ കൈകളും കാലുകളും ഞാൻ മുറിച്ചു കളയും. ഒന്ന് വലത്തേതെങ്കിലും മറ്റേത് ഇടത്തേത് എന്ന രൂപത്തിൽ, ഒന്ന് കൈയെങ്കിലും മറ്റൊന്ന് കാലെന്ന രൂപത്തിൽ. അവസാനം നിങ്ങളെ കുരിശിൽ തറക്കുകയും ചെയ്യും. ഈ മിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞാൽ കൈകളും കാലുകളും ഒന്നിന് മറ്റൊന്നും വിരുദ്ധമായി എന്ന് പറഞ്ഞാൽ, കൈ വലത്തേതാണെങ്കിൽ കാല് ഇടത്തേത്, കൈ ഇടത്തേതാണെങ്കിൽ പിന്നെ കാല് വലത്തേത്, ഇങ്ങനെ മുറിക്കുമെന്നർത്ഥം. നിങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ നേതാവാണ് മൂസാ നബി എന്നുവരെ അലൈഹിസ്സലാം അവൻ അപവാദം ഉന്നയിച്ചു. പരിശുദ്ധ ഖുർആനിൽ 20-ാമത്തെ സൂറത്തിൽ 71-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിയാണ് നിങ്ങൾക്ക് സിഹർ പഠിപ്പിച്ച വലിയ ആളും. ഇങ്ങനെ ഈ ശിക്ഷ പ്രഖ്യാപിച്ചു. ഈ ശിക്ഷ നടപ്പിൽ വരുത്തിയോ അതോ ഇല്ലേ? രണ്ടഭിപ്രായം ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾക്കുണ്ട്. ഈ ശിക്ഷ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഖതാദ, ഇബ്നു ജുറൈജ് തുടങ്ങി റഹ്മത്തുള്ളാഹി അലൈഹിം ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളും പറയുന്നത്. അതുകൊണ്ടാണ് അവർ രാവിലെ അവിശ്വാസികളായി ജാരവിദ്യക്കാരായി കടന്നു വന്നു, വൈകുന്നേരം രക്തസാക്ഷികളായി മാറി എന്ന് മഹാന്മാർ പറയുന്നത്. ആ ശിക്ഷ നടപ്പാക്കിയപ്പോൾ അവർ രക്തസാക്ഷികളായി മാറുകയാണ് ഉണ്ടായത്. വേറെ അഭിപ്രായം ആ ശിക്ഷ നടപ്പിൽ വരുത്തിയിട്ടില്ല എന്നാണ്. ചുരുക്കം ചില പണ്ഡിതന്മാർ അങ്ങനെയും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവിടെ ഫിർഔനിന് സത്യത്തിൽ ഒരു അമളി പറ്റിയിട്ടുണ്ട്. ഇവൻ എന്താ പറഞ്ഞത്? ഞാനാണ് നിങ്ങളുടെ സമുന്നതനായ റബ്ബ് എന്ന് മാരണവിദ്യക്കാരോട് മറ്റൊക്കെ പറഞ്ഞിരുന്നല്ലോ ചങ്ങായി. സൂറത്ത് നാസിആത്തിൽ ആ വിഷയമുണ്ട്. 24-ാമത്തെ ആയത്തിൽ ഞാനല്ലാതെ വേറെ ഇലാഹ് നിങ്ങൾക്കുള്ളതായി ഞാൻ അറിയില്ല എന്ന് സൂറത്തുൽ ഖസസിലുമുണ്ട് 38-ാമത്തെ ആയത്തിൽ. അതായത് ഞാൻ ദൈവമാണ് എന്നതുകൊണ്ട് തന്നെ വേറെ വല്ല ദൈവവും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞാൻ അറിയേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ദൈവമില്ല. ഇങ്ങനെ താൻ മാത്രമാണ് റബ്ബും ഇലാഹും എന്ന് വിശ്വസിക്കുകയും ചിങ്കിടികളെ വിശ്വസിപ്പിക്കുകയും ചെയ്ത അവൻ സാഹിരീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചപ്പോ അവരെ ആക്ഷേപിച്ചത് എന്ത് പറഞ്ഞിട്ടാ? എന്റെ സമ്മതം ലഭിക്കുന്നതിന് മുമ്പ് വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ ഞാനല്ലാതെ വേറെ ഇലാഹ് നിങ്ങൾക്കില്ല, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ല. അത് അവന് പറ്റിയൊരു അമളിയാണ്. അവൻ അപ്പോഴും പറഞ്ഞതാ എന്റെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് വിശ്വസിച്ചു എന്നാ. അപ്പൊ പരോക്ഷമായി അവൻ സമ്മതിക്കുന്നു വേറെ ദൈവമുറ ഉണ്ട് എന്ന്, അല്ലേ? പരോക്ഷമായി അവൻ സമ്മതിക്കുന്ന ഒരു ദൈവമുണ്ട്, വേറെ ഇലാഹുണ്ട് എന്നവൻ പിന്നെ സമ്മതിക്കുകയാണ് സത്യത്തിൽ അവിടെ ചെയ്യുന്നത്. അത് അവനെ പറ്റിയൊരു അമളിയാണ്. ആദ്യം അവൻ വാദിച്ചു വന്നതിന് ഘടകവിരുദ്ധമാണ് അത് എന്നർത്ഥം. അതവൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈജിപ്തിലെ ഭരണം പിടിച്ചെടുക്കാനും നാട്ടുകാരെ പുറത്താക്കാനുമായി മൂസാ നബി അലൈഹി സ്വലാമും മാരണവിദ്യക്കാരും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നാണല്ലോ അവൻ ആരോപിക്കുന്നത്. കോപ്റ്റിക് വംശജരാണ് ഈജിപ്തിലെ നിവാസികൾ, ഖിബ്തികൾ എന്ന് പറയും. അവർ പുറത്താക്കപ്പെടുന്ന കാര്യത്തില് ഫിർഔൻ മുതലക്കണ്ണീർ ഒലിപ്പിക്കുന്നത് ആത്മാർത്ഥത ഉണ്ടായിട്ടല്ല. പിന്നെന്താ? സ്വന്തം കാൽ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് കണ്ട് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുറച്ചെങ്കിലും അവരുടെ സിമ്പതി നേടാനുള്ള ശ്രമമാണ് ഇവിടെ ഫിർഔൻ നടത്തുന്നത്. അല്ലാതെ അപ്പോ ഓരോ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നത് കൊണ്ട് ഇവന് സങ്കടം ഉണ്ടായിട്ടൊന്നുമല്ല. സ്വന്തം നിലനിൽപ്പ് ഭീഷണിയിലാണ്. അതിന് അവരെ സപ്പോർട്ട് കിട്ടണം. ഈ ആഭിചാരകന്മാർക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തത് മൂസാ നബിയാണ് എന്ന് അവൻ ആരോപിച്ചത് സൂറത്തു ത്വാഹയിൽ അല്ലാഹു തആല പറയുന്നുണ്ട് അലൈഹിസ്സലാം. ഇതൊക്കെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന അപവാദങ്ങളാണ്. ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പറയുന്നത്. തോറ്റ ആ ജാള്യത മറക്കണ്ടേ? മൂസാ നബി അലൈഹിസ്സലാം ഇവന് ശരിക്കും അറിയാതെ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വ്യക്തമായി അറിയുന്ന ആളാണ് ഫിർഔൻ. ചെറുപ്പം മുതലുള്ള എല്ലാ കാര്യങ്ങളും അവന് കൃത്യമായി അറിയാം. കാരണം ചെറുപ്പം മുതലേ ഫിർഔന്റെ കൂടെയാണ് മൂസാ നബി താമസിച്ചത് അലൈഹിസ്സലാം. പിന്നീട് നാട് വിട്ടുപോയി. 8-10 കൊല്ലം പുറത്തായിരുന്നു മദിയനിൽ. അവിടെ നിന്ന് തിരിച്ചു വന്ന ഉടനെയാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതിനിടയിൽ മൂസാ നബി അലൈഹി സ്വലാമിന് ആരെങ്കിലുമായി, ഈജിപ്തിലുള്ള ആരെങ്കിലുമായി സമ്പർക്കം പുലർത്താനോ സിഹർ പഠിപ്പിക്കാനോ ഒന്നും സന്ദർഭം കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഫിർഔന് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഒരു ഗൂഢാലോചനയുടെ കഥയുമായി രംഗത്ത് വന്നത്
തനി തട്ടിപ്പാണ്, ജാള്യത മറക്കാനാണ്. അടുത്ത ആയത്ത് നോക്കാം, 125, 126. ഇങ്ങനെയൊക്കെ കടുത്ത സ്വരത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോ എന്താ സംഭവിച്ചത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. അതൊന്നും വിലപ്പോയില്ല. അതൊന്നും സത്യവിശ്വാസികളായി മാറിയ ആ മഹാന്മാരായ സാഹിര്യങ്ങളുടെ മനസ്സിൽ അതൊന്നും ആ ഭീഷണിയൊന്നും വീശിയില്ല. അവർ ലവലേശം കുലുങ്ങിയില്ല. സത്യം ബോധ്യപ്പെടുകയും വിശ്വാസം ദൃഢമാവുകയും ചെയ്താൽ പിന്നെ എന്ത് ഭീഷണി, എന്ത് ശിക്ഷ അല്ലേ? ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ട ആളുകളാണ്. അവർ പറയാണ്, ഞങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ട ആളുകളാണ്. ഞങ്ങളുടെ മേൽ നീ ആരോപിച്ച കുറ്റം സത്യത്തിൽ അതൊരു കുറ്റമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിന്റെ ഏതുതരം ഭീഷണിയും ഏതുതരം ശിക്ഷയും ഞങ്ങൾക്ക് ഒരു പേടിയും ഇല്ല എന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് അവർ. ദൃഢതയും ക്ഷമയും ലഭിക്കാനുള്ള, അനുസരണയുള്ള സത്യവിശ്വാസികളായി തന്നെ മരിപ്പിക്കാനുള്ള തൗഫീഖിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. നോക്കൂ ആയത്തുകൾ, 125-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. ഖാലൂ അവർ പ്രതികരിച്ചു, ഇന്നാ നിശ്ചയമായും ഞങ്ങൾ, ഇലാ റബ്ബിന ഞങ്ങളുടെ രക്ഷിതാവിന്റെ അടുത്തേക്ക്, മുൻഖലിബൂൻ മടങ്ങിപ്പോകുന്ന ആളുകളാണ്. നീ എന്ത് വായിച്ചത്? ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ രക്ഷിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ളതാണ്. പിന്നീട് അവർ പറയുന്നു, നോക്കൂ 126-ൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ. രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് വന്നു കിട്ടിയപ്പോ അതിൽ വിശ്വസിച്ചു എന്നല്ലാതെ വേറെ ഒരു കുറ്റവും നീ ഞങ്ങളെ പറ്റി പറയില്ലല്ലോ. അവർ ഫിർഔനോട് പറയാണ്, വമാ തൻഖിമു മിന്നാ, നീ ഞങ്ങളിൽ ഒരു കുറ്റമായി ആരോപിക്കുന്നത് എന്താ? ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചു എന്നല്ലാതെ വേറെ ഒരു ആരോപണം നീ നടത്തുന്നില്ലല്ലോ. വേറെ എന്തെങ്കിലും കുറ്റം നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല. ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയപ്പോ അതിൽ വിശ്വസിച്ചു എന്നല്ലാതെ വേറെ ഒരു കുറ്റവും നീ ഞങ്ങളെ പറ്റി പറയില്ല. വേറൊരു കുറ്റവും നീ ഞങ്ങളിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവരിനി അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരണമേ. അഫ്രിഗ് നീ ചൊരിഞ്ഞു തരണമേ. സബ്റൻ ക്ഷമ. അഫ്രിഗ് അലൈനാ സബ്റൻ ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ. വതവഫന ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ. മുസ്ലിമീൻ മുസ്ലിമീങ്ങളായി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുകയാണ്. അടുത്ത ആയത്ത് നോക്കൂ, 127-ാമത്തെ ആയത്ത്. മൂസാ നബി അലൈഹി സ്വലാമും സാഹിര്യങ്ങളും തമ്മിൽ നടത്തിയ മത്സരങ്ങളിൽ തോറ്റത് സത്യത്തിൽ ഫിർഔനിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ആ സമയത്ത് അപ്പൊ തന്നെ നടപടി ഒന്നും അവൻ എടുത്തിരുന്നില്ല. സാഹിര്യങ്ങൾക്കെതിരെ നടപടിയെടുത്തു. മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ആ സമയത്ത് നടപടിയൊന്നും എടുത്തില്ല. കാരണം ഉള്ളിൽ നല്ല പേടി കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനെ മറച്ചു വെച്ചു. മൂസാ നബി അലൈഹി സ്വലാമിനെ പെട്ടെന്നൊരു നടപടി ഒന്നും എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഫിർഔന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ ആളുകൾ പറഞ്ഞു, നിങ്ങളെന്താ അവനെ വെറുതെ വിടണോ? മൂസയെയും അനുയായികളും അലൈഹിസ്സലാം ഇങ്ങനെ സ്വതന്ത്രമായി വിടുകയാണെങ്കിൽ ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കും, നിങ്ങളുടെ ഭരണം അട്ടിമറിക്കും, മതം മാറ്റിക്കളയും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാക്കി നടപടിയെടുക്കണം. ഇത് കേട്ടപ്പോ ഫിർഔനും തോന്നിയത് ശരിയാണ്, അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പേടി അവനുണ്ട്. വേറൊരു സ്ഥലത്ത് അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. സൂറത്ത് ഗാഫിറിൽ 26-ൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ഫിർഔനു ദറൂനി അഖ്തുൽ മൂസാ വൽയദ്ഉ റബ്ബഹു ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. ഇവിടെ ഫിർഔൻ തന്നെ അങ്ങനെ പറഞ്ഞു എന്നാണ്, എന്നെ വിടി, ഞാൻ മൂസയെ കൊല്ലട്ടെ അലൈഹിസ്സലാം, കാരണം അവൻ നിങ്ങളെ മതം മാറ്റിക്കളയുമെന്നും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുമെന്നും ഞാൻ പേടിക്കുന്നു. അപ്പോ ഫിർഔനും തോന്നി അവർ പറഞ്ഞത് ശരിയാണ് എന്ന്. അങ്ങനെയാണ് പ്രഖ്യാപനം വരുന്നത്. നടപടി വരികയാണ്. എന്താ നടപടി?
ഇസ്രായേലിലെ ആണുങ്ങളെ എല്ലാം ഇനി മുതൽ നമ്മൾ കൊല്ലണം. അവരെ പെണ്ണുങ്ങളെ ഒഴിവാക്കി വിടുകയും വേണം. നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാനും അടിമപ്പണി ചെയ്യിക്കാനും ദാസ്യവേല ചെയ്യിക്കാനും അവരുടെ പെണ്ണുങ്ങളെ കൊല്ലാതെ വിടുകയും ആണുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുകയും വേണം. മാത്രമല്ല ബനൂ ഇസ്രായേലിന് മേൽ നിയമങ്ങൾ കർശനമാക്കി നടപ്പാക്കുകയും വേണം. അവരങ്ങനെ സ്വൈരവിഹാരം നടത്താൻ അനുവദിക്കണ്ട. നമ്മൾ അവർക്കെതിരെ പരുഷമായി പെരുമാറാൻ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തിനാണെന്നറിയോ? ബനൂ ഇസ്രായേലിനെ മൊത്തത്തിൽ നിർവീര്യമാക്കണം, നാമാവശേഷമാക്കണം. പുരുഷന്മാർ മുഴുവൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരില്ലാതാവൂലേ? ക്രമേണ അവരില്ലാതാവുകയല്ലോ. നോക്കൂ 126-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. وقال الملأ നേതാക്കൾ പറഞ്ഞു, പ്രമുഖർ പറഞ്ഞു, മിൻ ഖൗമി ഫിർഔൻ, ഫിർഔനിന്റെ ജനതയിൽപ്പെട്ട പ്രമുഖർ പറഞ്ഞു, അതദറു മൂസ, നീ താങ്കൾ മൂസയെ വെറുതെ വിടുകയാണോ? വഖൗമുഹു, മൂസയുടെ ഖൗമിനെയും അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ ഖൗമിനെയും നീ വെറുതെ വിടുകയാണോ? അതദറു എന്ന് ചോദിച്ചാൽ നീ വെറുതെ വിടുകയാണോ? ലിയുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കാൻ, വയദറക, താങ്കളെ ഉപേക്ഷിക്കാനും, വആലിഹതക, താങ്കളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കാനും, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും താങ്കളെയും താങ്കളുടെ ഇലാഹുകളെയും കൈയൊഴിക്കാനുമായി മൂസയെയും അവന്റെ സമൂഹത്തെയും താങ്കൾ വെറുതെ വിടുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത് അലൈഹിസ്സലാം. വയദറക, ഫിർഔനോട് അവർ പറഞ്ഞു, നിങ്ങൾ ഒഴിവാക്കാൻ വാലിഹത്തുക, നിങ്ങളുടെ ആലിഹത്തുകളെയും വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഫിർഔൻ തീരുമാനം പറയാണ്. ഫിർഔൻ പ്രഖ്യാപിച്ചു, ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്ത്? സനുഖത്തിലു, നമ്മൾ കൊന്നുകളയും, അബ്നാഅഹും, അവരുടെ ആൺമക്കളെ, വനസ്തഹീ, നമ്മൾ അവശേഷിപ്പിക്കുകയും ചെയ്യും, നിസാഅഹും, അവരുടെ പെൺമക്കളെ, പെണ്ണുങ്ങളെ, വനസ്തഹീ, നമ്മൾ ജീവിക്കാൻ വിടും എന്ന് പറഞ്ഞാൽ അവരെ അവശേഷിപ്പിക്കും, കൊല്ലാതെ വിടും, നിസാഅഹും, അവരുടെ പെണ്ണുങ്ങളെ, വഇന്ന, നിശ്ചയം നമ്മൾ, ഫൗഖഹും, അവർക്കുമേൽ, ഖാഹിറൂൻ, ആധിപത്യം വാഴുക തന്നെ ചെയ്യും, കർശനമായ നിയമങ്ങൾ നടപ്പാക്കുമെന്നർത്ഥം, അവരെ നമ്മൾ അടിച്ചമർത്തുമെന്നർത്ഥം. വഇന്ന ഫൗഖഹും ഖാഹിറൂൻ, അവർക്കുമീതെ നാം ആധിപത്യം സ്ഥാപിക്കുക തന്നെ ചെയ്യും, വാഴുക തന്നെ ചെയ്യും. ഇസ്രായേല്യരുടെ ആൺകുട്ടികളെ വധിക്കാൻ കൽപ്പിക്കുന്നത് ഇത് ആദ്യമായല്ല. ഇതിനു മുമ്പ് വേറൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, അല്ലേ? മുമ്പ് ജ്യോത്സ്യന്മാർ പ്രവചിച്ചതനുസരിച്ച് ഫിർഔനിന്റെ ആധിപത്യം പിടിച്ചടക്കാൻ പോകുന്ന ഒരു ശിശു ബനൂ ഇസ്രായേൽ ജനിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ശിശുവിന്റെ ജനനം തടയാൻ വേണ്ടി മുമ്പും ഫിർഔൻ ഇതേപോലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം ജനിച്ചപ്പോ ഈ രൂപത്തിലെത്തി. വീണ്ടും ആ വിഡ്ഢിത്തരം ആവർത്തിക്കുകയാണ്. അവൻ മുമ്പ് ആ ഒരു നിയമം പ്രഖ്യാപിച്ച അതേ സമയത്ത് തന്നെയാണ് അവന്റെ മുമ്പിൽ ഇപ്പോ നിൽക്കുന്ന, അവന്റെ ഭരണം പേരിതെറിയാൻ കാരണക്കാരനായ മൂസാ നബി അലൈഹി സ്വലാം ജനിച്ചതും അതേ കൊട്ടാരത്തിൽ അവനോടൊപ്പം വളർന്നതും ഒക്കെ, അല്ലേ? ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖസസിൽ ആ വിഷയം വരുന്നുണ്ട്, അവിടെ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളെ കൊല്ലാതെ വിടുന്നത് അവർക്ക് യഥേഷ്ടം ലൈംഗികമായി ഉപയോഗിക്കാനും ദാസ്യവേല ചെയ്യിക്കാനുമാണ്. മാത്രമല്ല, ഈ ഒരു ക്രൂര ശിക്ഷയ്ക്ക് പുറമെ ഇസ്രായേല്യരുടെ മേലുള്ള നിയമങ്ങളും നടപടികളും കുറെ കൂടെ കർശനമാക്കാനും അവരെ ഇഷ്ടം പോലെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാതെ ഇരിക്കാനും അവർ തീരുമാനിച്ചിരുന്നു. അതാണ് വഇന്ന ഫൗഖഹും ഖാഹിറൂൻ എന്ന് പറയാൻ കാരണം. വയദറക വആലിഹതക, ഇവിടെ ഒന്ന് നമ്മൾ പഠിക്കണം. വയദറക വആലിഹതക, ഫിർഔനോട് ഇവർ പറയണം, താങ്കളെയും താങ്കളുടെ ആലിഹത്തുകളെയും അവൻ ഒഴിവാക്കാൻ. അപ്പോ ഫിർഔൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വലിയ ദൈവം എന്നല്ലേ, ഞാനാണ് വലിയ റബ്ബ് എന്നല്ല പറയുന്നത്. അപ്പൊ വേറെ ആലിഹത്ത് അവിടെ ഉണ്ടോ? ഞാൻ തന്നെ റബ്ബ് എന്ന് പറയുമ്പോ താങ്കളെയും താങ്കളുടെ ഇലാഹകളെയും എന്നിവിടെ പറഞ്ഞത് എന്താ? വിവിധ അഭിപ്രായങ്ങൾ ഇത് സംബന്ധമായിട്ടുണ്ട്. ഒന്ന്, ഫിർഔൻ ദൈവമായി ഗണിക്കപ്പെട്ടിരുന്നു എങ്കിലും വേറെയും അംഗീകരിക്കപ്പെട്ട ചില ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതായത് ഫിർഔന് അവർക്ക് വേണ്ടി ചെറിയ ചെറിയ കുറെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു അത്രേ.
എന്നിട്ട് അവയെ ആരാധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും വലിയ റബ്ബാറായി ഞാൻ തന്നെയാണ് കേട്ടോ എന്നവൻ പറയുകയും ചെയ്യുമായിരുന്നു. ഒരുപാട് മുഫസ്സിരീങ്ങൾ ഇങ്ങനെയാണ് ഇതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. മാത്രമല്ല സൂര്യദേവൻ തുടങ്ങി പല ദേവന്മാരും പശുക്കളുമൊക്കെ അക്കാലത്ത് ഈജിപ്തിലെ ആരാധ്യ വസ്തുക്കളായിരുന്നു. ചരിത്രകാരന്മാർ അത് പറയുന്നുണ്ട്. ഈജിപ്തിലെ പശു ആരാധനയിൽ നിന്നാണല്ലോ പിന്നീട് സാമരി സ്വർണ്ണ പശുക്കുട്ടി ഉണ്ടാക്കിയതും ഇസ്രായേലിൽ അതിനെ ആരാധിക്കുകയും ചെയ്തത്. സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ ആ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്ത കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ നാടുകളിൽ ജപ്പാൻ അല്ലെങ്കിൽ സയാം ഒക്കെ തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കളെ അവിടുത്തെ ആളുകൾ ദൈവങ്ങളായി കരുതി ആരാധിച്ചു പോന്നിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേറെയും പല ദൈവങ്ങൾ ഉണ്ടായിരുന്നു താനും. ഈ അടുത്ത കാലത്ത് വരെ ഈ ലോകത്ത് തന്നെ അങ്ങനെ നടക്കാറുണ്ട്. ആ രാജാക്കളെ ദൈവമായി പരിഗണിച്ച് ആരാധിച്ചു വന്നിരുന്നു എന്നർത്ഥം. പിന്നെ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ വിഗ്രഹാരാധകർക്ക്, ബഹുദൈവാരാധകർക്ക് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലതിന് ഉന്നത സ്ഥാനം ഉണ്ടാവും, ചിലതിന് കുറച്ച് താഴെ സ്ഥാനം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞ ഉദ്ദേശം. ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്, വേറെയും ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇനി അഥവാ ഫിർഔൻ മറ്റുള്ളവരെ പോലെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നില്ലെങ്കിൽ തന്നെയും പ്രജകൾക്ക് വേറെ ദൈവങ്ങൾ ഉണ്ടാവുമ്പോ വലിയ ദൈവമായ താങ്കളെയും താങ്കൾ ഞങ്ങൾക്ക് അംഗീകരിച്ചു തന്ന മറ്റു ദൈവങ്ങളെയും അവൻ ഒഴിവാക്കിയേക്കാം എന്നായിരിക്കും ആയത്തിന്റെ അർത്ഥം. വയതറക്ക വാലിഹത്തക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയായിരിക്കും. ഇവിടെ ടിബത്തുകളിൽ മാത്രമല്ല, ഈ ടിബത്തുകളുമായി ഈജിപ്തിലുള്ള കൊപ്റ്റിക് വംശജരുമായി നിരന്തര സമ്പർക്കം പുലർത്തിയത് കാരണം പ്രവാചകന്മാരുടെ മക്കളായ ഇസ്രായേലരിൽ പോലും വിഗ്രഹാരാധന പ്രചരിച്ചിരുന്നു. നമ്മൾ മുമ്പ് ആവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് മനസ്സിലാക്കണം. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം വന്നതോടുകൂടിയാണ് ക്രമേണ എല്ലാവരും ഏകദൈവ വിശ്വാസികളായി മാറിയത്. അങ്ങനെ അവസാനം ഇസ്രായേലിയർ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട് ഫിർഔൻ മുങ്ങി മരിച്ചവർ രക്ഷപ്പെട്ട് പോകുന്ന വഴിയിൽ ചില ആളുകൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾക്കും വേണം ഇതേപോലെ ചില വിഗ്രഹങ്ങൾ എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്. പിന്നെ ഇനി ഇതേ സൂറത്തിൽ 138 വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതും സീനാ മരുഭൂമിയിൽ വെച്ച് സാമരി നിർമ്മിച്ചുണ്ടാക്കി കൊടുത്ത പശുക്കുട്ടിയെ അവർ ആരാധിക്കാൻ തയ്യാറായതുമൊക്കെ മുമ്പ് അവരുടെ മനസ്സിൽ ഈജിപ്തിൽ നിന്നുണ്ടായ ആ വിഗ്രഹാരാധനയുടെ ഒരു അംശം മനസ്സിലുണ്ടായത് കൊണ്ടാണ്, ആ ഒരു വാസന മനസ്സിലുണ്ടായത് കൊണ്ടാണ്. ഏതായാലും നമ്മുടെ ഈ മത്സരത്തിന് ശേഷം സാഹിര്യങ്ങളും മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബി അലൈഹി സ്വലാം ഉണ്ടായ മത്സരത്തിന് ശേഷം കുറച്ചാളുകൾ മുഅ്മിനീങ്ങളായി എന്നാണ്. കുറച്ചാളുകൾ, അതും ഫിർഔനെ പേടിച്ചുകൊണ്ട്. അവർക്ക് വലിയ പേടിയാണ് ഫിർഔനെ, എന്തും സംഭവിക്കാലോ. ചെന്നാലും കുറച്ചാളുകൾ മുഅ്മിനായി. സൂറത്ത് യൂനുസിൽ ഈ സംഭവം പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നുണ്ട്, ഫമാ ആമന ലി മൂസ ഇല്ലാ ദുർരിയ്യത്തുൻ മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അൻ യഫ്തിനഹു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖൗമിൽ നിന്ന് കുറച്ചാളുകളാണ് വിശ്വസിച്ചത്. പക്ഷെ അവർ തന്നെ പേടിച്ചിട്ടാണ് സത്യവിശ്വാസം സ്വീകരിച്ചത്. ചില ചെറുപ്പക്കാർ മാത്രം വിശ്വസിച്ചെന്നർത്ഥം. 128 ആയത്ത് നോക്കൂ. അതാണ് ഇനി 128 ആയത്തിൽ അല്ലാഹു തആല വിശ്വസിച്ച ആളുകളോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് ഉദ്ധരിക്കുന്നത്. ആൺകുട്ടികളെ കൊല്ലാനുള്ള ഫിർഔന്റെ തീരുമാനം അവരെ നന്നായി പേടിപ്പെടുത്തിയിരുന്നു. ആ നാട്ടുകാരെ, പ്രത്യേകിച്ച് ബനൂ ഇസ്രായേലുകാരെ വല്ലാതെ പേടിപ്പിച്ചൊരു തീരുമാനമായിരുന്നു അത്. എന്ത്? ആൺകുട്ടികളെ കൊല്ലാനുള്ള ആ തീരുമാനം. ആ ഒരു പശ്ചാത്തലത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാം അവരെ സമാധാനിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങളായ ആളുകളെ സമാധാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ബനൂ ഇസ്രായേലുകളെ സമാധാനിപ്പിക്കുകയാണ്, അവർക്ക് ധൈര്യം പകരുകയാണ് മഹാനവറുകൾ ചെയ്യുന്നത്. നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഫിർഔനിന്റെ ആധിപത്യത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഫലസ്തീനിൽ നിങ്ങൾക്ക് സ്വാധീനം ലഭിക്കുകയും ചെയ്യും. ഭൂമിയിലെ അധികാരവും സ്വാധീനവും ആരുടെയും കുത്തകയല്ല. അതിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. ചിലർക്ക് ചിലപ്പോൾ അത് അവൻ നൽകുന്നു എന്ന് മാത്രം. അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമായിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് മൂസാ നബി അലൈഹി സ്വലാം തന്റെ ഖൗമിനെ, അതോടൊപ്പം വിശ്വസിച്ച ആളുകളെ ആശ്വസിപ്പിക്കുന്നത്, സമാധാനിപ്പിക്കുന്നത്. നോക്കാം ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറൂ
ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഖാല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു ലിഖൗമിഹി, തന്റെ സമൂഹത്തോട് എന്താ പറഞ്ഞത്? ഇസ്തഈനു ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കൂ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടൂ. വസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യൂ. കുറച്ചു കഴിഞ്ഞാൽ എല്ലാം കലങ്ങി തെളിഞ്ഞേക്കാം. കാരണം ഇന്നൽ അർള, നിശ്ചയമായും ഭൂമി, ലില്ലാഹി, അത് അള്ളാഹുവിനുള്ളതാണ്. ഭൂമിയിലെ അധികാരം അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. യൂരിസുഹാ, അതവൻ അനന്തരമായി നൽകും, അവകാശമായി നൽകും. മൻ യശാഉ, അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക്. മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്. അള്ളാഹു അവന്റെ അടിമകളിൽ ഉദ്ദേശിച്ച ആളുകൾക്ക് അത് അനന്തരമായി നൽകും, അവകാശമായി നൽകും. ഇപ്പത് ഫിറഔന്റെ കയ്യിലാണെന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളുടെ കയ്യിലേക്ക് വന്നേക്കാം. എന്തായാലും വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പര്യവസാനം, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ശ്ലാഘനീയമായ പര്യവസാനം ഉണ്ടാവുക, അന്തിമ വിജയം ഉണ്ടാവുക. മൂസാ നബി അലൈഹി സ്വലാമിനെ മറുപടി ആ ഖൗമിന് കുറെ കൂടെ പ്രതീക്ഷയ്ക്ക് വക നൽകി. അവർ കൂടുതൽ ആവേശത്തോടെ ബോധവാന്മാരായി മാറി. അല്ലേ? അതിന് പ്രതീക്ഷ നൽകുന്ന വർത്തമാനമാണല്ലോ അത്. 129 ആറ്റ് നോക്കൂ. നേരത്തെ പറഞ്ഞ ആ സാഹിര്യങ്ങളുടെ സംഭവത്തിന് ശേഷം ആകെ പരാജയപ്പെട്ട അപമാനിതനായ ഫിർഔൻ നേരത്തെ പ്രഖ്യാപിച്ചതടക്കമുള്ള പല മർദ്ദനമുറകളും തുടർന്നുകൊണ്ടേയിരുന്നു. ബനൂ ഇസ്രായേലുകാരെ പരമാവധി ബുദ്ധിമുട്ടിക്കുകയാണ്, ശിക്ഷിക്കുകയാണ്. ആ അവസരത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് ബനൂ ഇസ്രായേലുകാർ വന്നു പറഞ്ഞ പരാതിയാണ് ഇനി പറയുന്നത്. എന്താണ് അവർ പരാതി പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്നവർ പറയാണ്, മൂസാ നബിയെ, എന്താ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ? നിങ്ങൾ പ്രവാചകനായി വരുന്നതിന് മുമ്പും ഞങ്ങൾ ദുരിതം അനുഭവിക്കുകയായിരുന്നു. ഇപ്പോഴിതാ നിങ്ങൾ വന്നതിന് ശേഷവും ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളാണ്, ഇപ്പൊ വന്നതിന് ശേഷം ബുദ്ധിമുട്ടുകളാണ് എന്നവർ വന്നൊരു പരാതി പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അവരെ ആശ്വസിപ്പിച്ചു, അവരെ ഉപദേശിച്ചു. നിങ്ങൾ എന്തു പ്രയാസങ്ങൾ നേരിട്ടാലും പതറരുത്. വിജയത്തിന് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യണം. നിങ്ങൾ ആധിപത്യം എന്നത്, ഭൂമിയിലെ ആധിപത്യം എന്നത് എന്നും ഒരാളെ കയ്യിൽ തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പ്രയാസങ്ങളൊക്കെ സഹിച്ച് ക്ഷമിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് സൂക്ഷ്മതയോടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വിജയം തരുന്നത് സുനിശ്ചിതമാണ്. നിങ്ങളുടെ ശത്രുവിനെ അവൻ നശിപ്പിക്കുകയും ചെയ്യും. 129 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ഊദീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ. ഖാലൂ, അവർ പറയാണ്, ഊദീന, ഞങ്ങൾ മർദ്ദിക്കപ്പെട്ടിരുന്നു, ബുദ്ധിമുട്ടിക്കപ്പെട്ടിരുന്നു. മിൻ ഖബ്ലി അൻ തഅതിയനാ, നിങ്ങൾ വരുന്നതിന്റെ മുമ്പ്. വമിൻ ബഅദി മാ ജിഅതനാ, നിങ്ങൾ വന്നതിന് ശേഷവും. നിങ്ങൾ വരുന്നതിന് മുമ്പ് വന്നതിന് ശേഷവും ഞങ്ങൾ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ്. അപ്പൊ മറുപടി പറയാണ് മൂസാ നബി അലൈഹി സ്വലാം. ഖാല, മഹാനവറുകൾ പറഞ്ഞു, അസാ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ആയേക്കാം, അയ്യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കാം. നിങ്ങൾ ക്ഷമിച്ചിരിക്കൂ, നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കാം. വയസ്തഖ്ലിഫക്കും ഫിൽ അർളി, നിങ്ങളെ അവൻ ഭൂമിയിൽ അവർക്ക് പകരമാക്കുകയും ചെയ്തേക്കാം, നിങ്ങളെ അവരുടെ പിൻഗാമികളാക്കുകയും ചെയ്തേക്കാം. ഫയൻദുറ, എന്നിട്ട് അവൻ നിരീക്ഷിക്കും. കൈഫ തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ചെയ്തികൾ എന്ന്. വയസ്തഖ്ലിഫക്കും ഫിൽ അർളി, അവർക്ക് ശേഷം നിങ്ങളെ ഭൂമിയിൽ അവർക്ക് പകരമാക്കുന്ന, അവർക്ക് ശേഷം പിൻഗാമികളാക്കുകയും ചെയ്തേക്കാം. എന്നിട്ട് ഫയൻദുറ കൈഫ തഅലമൂൻ, എന്നിട്ട് നിങ്ങളുടെ ചെയ്തികൾ എങ്ങനെയൊക്കെയാണ് എന്നവൻ നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാം അവരെ ആശ്വസിപ്പിച്ചത്. 129 ഈ ആയത്തിന്റെ അവസാന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിനോട് പാലിക്കേണ്ട മര്യാദകൾ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം പാലിച്ചതായി നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയുള്ള വർത്തമാനമാണ് പറഞ്ഞത്. അസാ റബ്ബുക്കും അയ്യുഹ്ലിക അദുവക്കും. കണ്ടോ, നിങ്ങൾ റബ്ബ് അങ്ങനെ ചെയ്തേക്കാം. സത്യവിശ്വാസികൾക്കും പ്രവാചകനും തന്നെയാണ് വിജയമുണ്ടാവുക. അത് ഉറപ്പാണ്. ആർക്കും ആ വിഷയത്തിൽ സംശയമല്ല. ഉറപ്പല്ലേ? മറ്റുള്ളവർ ജയിക്കൂലല്ലോ. പക്ഷെ ഉറപ്പായ ആ ഒരു കാര്യം മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് വളരെ മര്യാദയോടെയാണ്, വളരെ മര്യാദയോടെയാണ്. ഇങ്ങനെ പ്രത്യാശാപൂർവമാണ് സംസാരിച്ചത്. അസ എന്നിട്ട് അള്ളാഹു അങ്ങനെ ആയേക്കാം, ചെയ്തേക്കാം.
അള്ളാഹുവിനോടുള്ള സമീപനത്തിൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ മര്യാദപൂർവ്വമുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്. പ്രത്യാശ സഹിതമാണ് സംസാരിക്കേണ്ടത്. അള്ളാഹു അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയേക്കാം, രക്ഷപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും അങ്ങനെയാണ് പറഞ്ഞത്. അതാണ് അവിടുത്തെ പോയിന്റ്. അടുത്ത ആയത്ത് നോക്കൂ, 130-ാമത്തെ ആയത്ത്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ദഅവത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാമും കൂടെയുണ്ട്. പക്ഷേ ഫിർഔനും കൂട്ടരും എന്തു പറഞ്ഞിട്ടും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. നിഷേധം തുടരുകയാണവർ, അഹങ്കരിക്കുകയാണവർ. അങ്ങനെ ആയപ്പോ ഫിർഔനെതിരെ അള്ളാഹു തആല കൈക്കൊണ്ട ചില നടപടികളാണ്, ശിക്ഷാ നടപടികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അവരെ പരീക്ഷിക്കുകയാണ്, പല പരീക്ഷണങ്ങളും കൊടുത്തു. ആദ്യം നൽകിയത് ക്ഷാമമാണ്. ക്ഷാമം നൽകി പരീക്ഷിച്ചു. കായ്ക്കനികളുടെ ലഭ്യത നന്നേ കുറഞ്ഞു വന്നു. ഒരു ഈത്തപ്പന മരത്തിൽ ഒരൊറ്റ ഈത്തപ്പഴം എന്ന തോതിൽ വരെ വിളവില്ലാതെയായിപ്പോയി. ഒരു ഈത്തപ്പന മരത്തിൽ ഒരൊറ്റ ഈത്തപ്പഴം. അപ്പൊ വിളവ് നന്നായിട്ട് കുറഞ്ഞു, കായ്ക്കനികളുടെ ലഭ്യത കുറഞ്ഞു. മുഫസ്സിരിങ്ങൾ അത് അങ്ങനെ വരെ ഉണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീർ തബരിയിൽ കാണാം. 400 കൊല്ലം ജീവിച്ച ഫിർഔൻ 320 കൊല്ലം ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത ആളാണ്. ഇപ്പൊ അവൻ പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല പരീക്ഷിച്ചത് പറയുകയാണ്. 130-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീന വനഖസിൻ മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ. വലഖദ് അഖദ്നാ, നിശ്ചയമായും നമ്മൾ പിടികൂടി, ആല ഫിർഔന, ഫിർഔനിന്റെ ജനതയെ നമ്മൾ പിടികൂടി, ബിസ്സിനീന, ക്ഷാമം കൊണ്ട്, വനഖസിൻ മിനസ് സമറാത്തി, പഴവർഗ്ഗങ്ങളിൽ കമ്മി വരുത്തിക്കൊണ്ടും, ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി, അവർ ഉത്ബുദ്ധരാവാൻ വേണ്ടി നമ്മൾ അവർ പിടികൂടി പരീക്ഷിച്ചു. സിനീൻ എന്ന് പറഞ്ഞാൽ ക്ഷാമങ്ങൾ എന്നർത്ഥം. ശരിക്കത് വർഷം എന്നാണ് സനത്തുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, അല്ലേ? സനത്തുൻ എന്നതിന്റെ പ്ലൂറലാണ് സിനീൻ, കൊല്ലങ്ങൾ. അങ്ങനെ വാക്കർത്ഥം അങ്ങനെയാണ്. ക്ഷാമം പിടിപെട്ട കൊല്ലങ്ങൾ എന്നർത്ഥത്തിൽ അതും, അതേപോലെ അതിന്റെ ഏകവചനമായ സനത്ത് എന്നും ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ അർത്ഥം. ബിസ്സിനീന, ക്ഷാമം പിടിപെട്ട വർഷങ്ങൾ കൊണ്ടെന്നാണ്, ക്ഷാമം കൊണ്ട് നമ്മൾ അവർ പരീക്ഷിച്ചു. വനഖ്സിൻ മിനസ് സമറാത്തി, കായ്ക്കനികൾ കുറച്ചുകൊണ്ടും, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ അതൊക്കെ ശിക്ഷയുടെ രൂപമാണ് എന്നുകൂടെ ഇവിടുന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല സഹായിക്കട്ടെ. ഇനി നമ്മൾ ദുആ ചെയ്ത് പിരിയുകയാണ്. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പഠിച്ചതും പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മഹാന്മാരായ ഈ പ്രവാചകന്മാരെ കൂടെ ഞങ്ങളെയും നീ ആഖിറത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാൻ. അവർ സുംറത്തിലായി ഞങ്ങളെ മഹ്ശറിൽ സമ്മേളിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാലം റാഹത്തായി ഇഖ്ലാസോടുള്ള ഖിദ്മത്തുള്ള അവസരം നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകൾ, എല്ലാവർക്കും നീ ഖൈറും സലാമത്തും സന്തോഷവും നൽകണേ തമ്പുരാനെ. അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. നമ്മളെല്ലാവരും ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ തമ്പുരാനെ. എല്ലാ ആപത്തും മുസീബത്തും രോഗത്തിനും എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം തമ്പുരാനെ. ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ ക്ലാസ്സിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് നീ പൊറുക്കണേ തമ്പുരാനെ. ഇത് കേൾക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് നീ ഖൈർ നൽകണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.